യൂത്ത് ഫോർ ക്രൈസ്റ്റ്. നമസ്കാരം. യൂത്ത് ഫോർ ക്രൈസ്റ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. യൂത്ത് ഫോർ ക്രൈസ്റ്റ്. ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് യുവത്വങ്ങളെ നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ പരിചയപ്പെട്ടിട്ടുണ്ട്. അവരുടെ പ്രവൃത്തികൾ നമുക്ക് പ്രചോദനങ്ങളായിട്ടുമുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഡോക്ടർ റെജുവിനെയാണ്. പോട്ട ധന്യ മിഷൻ ഹോസ്പിറ്റലിൽ പീഡിയാട്രീഷ്യനായി സേവനമനുഷ്ഠിക്കുന്ന ഇദ്ദേഹം പ്രോ ലൈഫ് മിനിസ്ട്രിക്ക് വേണ്ടിയും കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പിന് വേണ്ടിയും നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ജീവിതവും പ്രവൃത്തികളും നേരിട്ടറിയാൻ ഡോക്ടർ റെജുവിൻ്റെ ജീവിതത്തിലൂടെ ഒരു യാത്ര. ഇതെൻ്റെ ഡാഡിയാണ് വർഗീസ്. ഇത് എൻ്റെ മമ്മിയാണ് മേഴ്സി. ഇത് എൻ്റെ വൈഫ് ഡോക്ടർ സോണിയ. ഞങ്ങൾക്ക് 4 കുഞ്ഞുങ്ങളാണുള്ളത്. ഇത് ഏറ്റവും ചെറിയ വാവയാണ് ഫ്രാൻസിസ് ആൻ്റണി. നമുക്ക് ഇരുന്ന് സംസാരിക്കാം. എൻ്റെ ദൈവാനുഭവം എന്ന് പറയുന്നത് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBS ജോയിൻ ചെയ്തതിന് ശേഷമാണ്. 1996 ഒക്ടോബർ മാസത്തിലാണ് എൻ്റെ MBBS കോഴ്സ് ആരംഭിക്കുന്നത്. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ കൃപ എന്ന് പറയുന്നത് ആദ്യത്തെ ആഴ്ച തന്നെ മെഡിക്കൽ കോളേജിലുള്ള ജീസസ് യൂത്തിൻ്റെ പ്രയർ ഗ്രൂപ്പിലേക്ക് പോകാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അതിനേക്കാൾ മുൻപ് തന്നെ MBBS ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡിവൈനിലും പോട്ടയിലൊക്കെ ധ്യാനം കൂടാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിലും ഒരു കൂട്ടായ്മയിലായിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചത് മെഡിക്കൽ കോളേജിലെ പ്രയർ ഗ്രൂപ്പിലാണ്. അവിടെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഒരുമിച്ചിരുന്ന് സഹോദരന്മാരൊക്കെ പോലെ പ്രാർത്ഥിക്കുന്നത് എന്നെ ശരിക്കും ആകർഷിച്ചു. അതിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് എൻ്റെ കുറവുകളും എൻ്റെ കോംപ്ലക്സുകളും ഇതൊക്കെ എന്നെ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മറ്റൊരു അനുഗ്രഹം എന്ന് പറയുന്നത് കോഴിക്കോട് പോലെയുള്ളൊരു സ്ഥലത്ത്, പ്രത്യേകിച്ച് കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ആദ്യകാല കൗൺസിലേഴ്സായിട്ടുള്ള വ്യക്തികളുടെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കാനും, എൻ്റെ ആദ്യ എൽഡറായിരുന്ന കുരാച്ചുണ്ട് പനന്താനം തങ്കമ്മ ചേച്ചി എന്ന് പറയുന്ന സഹോദരിയാണ്. പിന്നെ കോഴിക്കോട് ഞാവള്ളി കുട്ടപ്പനങ്കിള്, ഇവരുടെയൊക്കെ വീടുകളിലൊക്കെ പോയി എല്ലാ മാസവും പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു കൃപയായിട്ട് ഞാൻ കാണാണ്. ആദ്യ നാളുകളിൽ തന്നെ എനിക്ക് മനസ്സിലായി കർത്താവ് എന്നെക്കുറിച്ച് വലിയൊരു വിളിയുണ്ട്, വലിയൊരു പദ്ധതി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. 97 ജൂൺ മാസത്തിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് പ്രയർ ഗ്രൂപ്പിൽ ഞാനും എൻ്റെ കസിനായിട്ടുള്ള ഡോക്ടർ ഫിജു ഞങ്ങൾ ഒരുമിച്ച് പ്രോ ലൈഫിന് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥന ഞങ്ങൾ ആരംഭിക്കുന്നത്. ഏകദേശം 1 വർഷത്തോളം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് കോഴിക്കോട് ഒരു ടീം ഫോം ചെയ്യാനായിട്ട് ജോൺസൺ പൂവത്തെങ്കിൽ, അതുപോലെ ഡോക്ടർ എബ്രഹാം ജേക്കബ്, ഇവരുമായി ഒരുമിച്ച് ചേർന്ന് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ടീം, ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ഏറ്റവും ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു പ്രോ ലൈഫ് ടീം തന്നെ അന്ന് ഫോം ചെയ്യാനായിട്ടും കർത്താവ് ആ ടീമിൻ്റെ ഒരു കോർഡിനേറ്ററായിട്ട്
പ്രോഗ്രാം കോർഡിനേറ്ററായിട്ട് എന്നെ ഉപയോഗിക്കാനായിട്ടും ആരംഭിച്ചു. 2-3 പ്രോഗ്രാമുകളിൽ ഡ്രൈവറായിട്ടാണ് ഞാൻ പോയതെങ്കിലും അതിനേക്കാൾ ഉപരിയായിട്ട് ക്ലാസ് എടുക്കുവാനായിട്ട് കർത്താവ് എന്നെ പ്രത്യേകമായിട്ട് വിളിച്ചു. കോഴിക്കോട് ചക്കിട്ടപ്പാറ എന്ന് പറയുന്ന ഇടവകയിലാണ് ഞാൻ ആദ്യമായിട്ട് ക്ലാസ് എടുക്കുന്നത്. 2-3 ഇടവകളിൽ ക്ലാസ് എടുത്തപ്പോഴന്ന് PMOCയിൽ ഫാമിലി അപ്പോസ്റ്റലേറ്റിൻ്റെ ഡയറക്ടറായിരുന്ന സെബാസ്റ്റ്യൻ എംബ്രയിൽ അച്ഛനോട് പറഞ്ഞു, അടുത്ത ആഴ്ച മുതൽ പ്രീക്കാനയ്ക്ക് ക്ലാസ് എടുക്കാൻ വരണമെന്ന്. അങ്ങനെ എൻ്റെ 20ാമത്തെ വയസ്സിൽ ഞാൻ ആദ്യമായിട്ട് പ്രീക്കാന കോഴ്സിന് ക്ലാസ് എടുക്കാനായിട്ട് ഫാമിലി അപ്പോസ്റ്റലേറ്റിലേക്ക് പോവുകയാണ്. ഒരുപക്ഷെ ലോകത്തിൽ ഒരു സ്ഥലത്തും സംഭവിക്കാത്ത ഒരു വലിയ അത്ഭുതമാണ്. ഒരു 20 വയസ്സുള്ള ഒരു വ്യക്തി വിവാഹം കഴിക്കാൻ പോകുന്ന ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ക്ലാസ് എടുക്കാനായിട്ട് ദൈവം വിളിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു വിളിയാണെന്ന് എനിക്ക് മനസ്സിലായി. അതിൽ നിന്നെല്ലാം ആ ഒരു അവസ്ഥയിൽ ആ ഒരു സമയത്തു നിന്നെല്ലാം കൂടുതൽ ദൈവത്തിൻ്റെ വചനങ്ങളും സഭയുടെ പ്രബോധനങ്ങളും പഠിക്കുവാനും ദൈവം കുടുംബത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ലൈംഗികതയെക്കുറിച്ചൊക്കെ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് ദൈവം ഈ കഴിഞ്ഞ 17-18 വർഷങ്ങളിലൂടെ എന്നെ സഹായിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പ്രോ ലൈഫ് മിനിസ്ട്രിയിൽ, ഈ മരീൻ പ്രോ ലൈഫ് മൂവ്മെൻറ്റിലും അതുപോലെ ജീസസ് യൂത്ത് പ്രോ ലൈഫ് മിനിസ്ട്രിയിലും ഇപ്പം ഞാൻ കൂടുതൽ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജീസസ് യൂത്തിൻ്റെ ഓൾ കേരള ടീമിൽ കൂടുതൽ ശക്തമായ ഒരു ദിശാബോധം ഈ ഒരു മിനിസ്ട്രിക്ക് കൊടുക്കുവാനായിട്ട് കർത്താവ് ഞങ്ങളെയൊക്കെ ഉപകരണങ്ങളാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പഠനങ്ങൾ, തിയോളജി ഓഫ് ബോഡി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ, അതുപോലെ സഭയുടെ മറ്റ് പ്രബോധനങ്ങൾ, ചാക്രി ലേഖനങ്ങൾ, ഇതൊക്കെ പഠിക്കാനായിട്ടും ഇതൊക്കെ യുവജനങ്ങളെ പഠിപ്പിക്കാനായിട്ടുള്ള വലിയൊരു കൃപയും അഭിഷേകം കർത്താവ് തന്നു എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. എനിക്ക് കുറച്ച് നാളുകൾ കൊണ്ട് എനിക്ക് മനസ്സിലായി എൻ്റെ ഒരു മിനിസ്ട്രി, പ്രധാനപ്പെട്ട മിനിസ്ട്രി എന്ന് പറയുന്നത് യൂത്ത് മിനിസ്ട്രിയും അതുപോലെ ഫാമിലി മിനിസ്ട്രി ആണെന്നും എനിക്ക് മനസ്സിലായി. പ്രത്യേകിച്ച് കുടുംബങ്ങൾ ഒരുപാട് വെല്ലുവിളി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, ദാമ്പത്യ ജീവിതത്തിൻ്റെയൊക്കെ മഹത്വം ലോകത്തിനും വിവാഹത്തിൻ്റെയൊക്കെ മഹത്വം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ട് കർത്താവ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ആ നാളുകളിൽ തന്നെ എനിക്ക് തോന്നുന്നു 99 ആരംഭത്തിലാണെന്ന് തോന്നുന്നു KCYM-ൻ്റെ ഒരു പ്രോഗ്രാമിന് ഡോക്ടർ എബ്രഹാം ജേക്കബാണ് ക്ലാസ് എടുക്കേണ്ടത് ടൗൺ പാറപ്പടിയിലെ യൂത്തിന് വേണ്ടിയിട്ട്. പക്ഷേ അന്ന് അദ്ദേഹത്തിന് വരാൻ സാധിക്കാതിരുന്നുകൊണ്ട് ഞാനാണ് ക്ലാസ് എടുക്കാനായിട്ട് പോയത്. എൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് ഒരു സ്റ്റഡി മെറ്റീരിയൽ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതാണ് ഞാൻ ആദ്യമായിട്ട് ഒരു അഡോളസൻ്റ് ഹെൽത്ത് അല്ലെങ്കിൽ സെക്ഷുവാലിറ്റി എന്ന വിഷയത്തെക്കുറിച്ചിട്ട് ആദ്യമായിട്ട് ക്ലാസ് എടുക്കുന്നപ്പോഴാണ്. പക്ഷേ ആ വിഷയത്തിൽ പിന്നെ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ ക്ലാസ് കഴിയുന്തോറും കൂടുതൽ ഒരുങ്ങുവാൻ, കൂടുതൽ സഭയുടെ പ്രബോധനങ്ങൾ പഠിക്കുവാനായിട്ട്, ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനായിട്ട്, യുവജനങ്ങൾക്ക് എപ്രകാരമാണ് വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് സാധിക്കുക, എപ്രകാരമാണ് പ്രലോഭനങ്ങളെ ജയിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് വളരെ മനോഹരമായിട്ട് ഈ നാളുകൾ ഇപ്പോഴും ഞാൻ ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ക്ലാസ് കഴിയുമ്പോഴും പുതിയതായിട്ട് ഒരുങ്ങുവാൻ, പുതിയതായിട്ട് കർത്താവ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട്, ക്ലാസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട്, പുതിയ സ്ലൈഡ്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് ഇംഗ്ലീഷിലായിരുന്ന സ്ലൈഡ്സ് മലയാളത്തിൽ പ്രിപ്പയർ ചെയ്യാനായിട്ടൊക്കെ കർത്താവ് വളരെയധികം കൃപ ഈ നാളുകളിൽ തന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഒരുപാട് ശുശ്രൂഷകൾ കർത്താവ് യൂത്തിൻ്റെ ഇടയിലും മാത്രമല്ല, സ്കൂളുകളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു. കുട്ടികൾക്ക് ഇന്ന് വെല്ലുവിളി നേരിടുന്ന അവരുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ മേഖല, വിശുദ്ധിയുടെ മേഖല, ഇതിനെക്കുറിച്ചിട്ടൊക്കെ ക്ലാസ്സുകൾ എടുക്കാനൊക്കെ കർത്താവ് ഈ നാളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു 98 ഒക്ടോബർ മാസം മുതൽ 2004 ഏപ്രിൽ വരെ താമരശ്ശേരി രൂപതയിൽ പ്രീക്കാന കോഴ്സിന് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അതുപോലെ താമരശ്ശേരി രൂപതയിൽ, മാനന്തവാടി രൂപതയിൽ, തലശ്ശേരി രൂപതയിൽ, അനേകം രൂപതകളിൽ ഇടവകളിലൊക്കെ പോയിട്ട് പ്രോ ലൈഫിൻ്റെ ക്ലാസ്സുകൾ എടുക്കുവാനായിട്ട് കർത്താവ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നീട് ഒരു 2 വർഷം 2004-2006 കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ വേണ്ടി ബാംഗ്ലൂർക്ക് പോയി. ബാംഗ്ലൂർ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ. അവിടെ ആ കാലഘട്ടത്തിൽ പ്രോ ലൈഫിൻ്റെയൊക്കെ ടീം ഫോം ചെയ്യുന്നൊരു കാലഘട്ടമായിരുന്നു. അവിടെ ആ ഒരു ടീമിൻ്റെ കൂടെ ആയിരിക്കുവാനായിട്ട്, അവരുടെ ഒപ്പം പ്രാർത്ഥിക്കുവാനായിട്ട്, അവിടെ റിന്യൂവൽ റിട്രീറ്റ് സെൻറ്ററിലുള്ള നൈറ്റ് വിജിലിന് പോയിട്ട് പ്രോ ലൈഫിൻ്റെ ക്ലാസ് എടുക്കാനായിട്ടൊക്കെ കർത്താവ് ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ കർത്താവ് ആ ദൈവത്തിൻ്റെ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന യുവജനങ്ങളെയൊക്കെ കർത്താവ് കാണിച്ചു തരികയായിരുന്നു. അപ്പോൾ ഈ നാട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം, ഇപ്പം ഞാൻ എൻ്റെ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ 6 വർഷം കഴിഞ്ഞു. നാട്ടിലേക്ക് വന്ന ശേഷവും ഈ ഫാമിലി മിനിസ്ട്രി അതുപോലെ യൂത്ത് മിനിസ്ട്രി വളരെ ശക്തമായിട്ട് സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ്.
ഞാൻ നാട്ടിലേക്ക് വരുമ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ആരുടെ പുറകെയും ക്ലാസ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രോഗ്രാമിന് വേണ്ടിയിട്ടോ നടക്കുകയില്ല. ഞാൻ എൻ്റെ മുറിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കും, കർത്താവ് ഇതെല്ലാം ക്രമീകരിക്കണം. ഇന്ന് വരെയും ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടോ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ടോ ഒരു TV പ്രോഗ്രാമിന് വേണ്ടിയിട്ടോ ഞാൻ ആർക്കും ഫോൺ വിളിച്ചിട്ടില്ല, അങ്ങോട്ട് പോയി പറഞ്ഞിട്ടില്ല. കർത്താവ് എല്ലാം മനോഹരമായിട്ട് ക്രമീകരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നാളുകളിലൊക്കെ പല സ്ഥലങ്ങളിൽ ഇടവകളിൽ പോകാനായിട്ട്, അതുപോലെ കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ കറൂറ്റി നസ്രത്ത് ധ്യാന കേന്ദ്രത്തിൽ ക്ലാസ് എടുക്കാനൊക്കെ കർത്താവ് പ്രത്യേകമായിട്ട് വിളിച്ചു. എല്ലാ ധ്യാനത്തിനും, ദമ്പതി ധ്യാനത്തിന്, അതുപോലെ കുഴിക്കാട്ടുശ്ശേരി മറിയം ത്രേസ്യ ധ്യാന സെൻറ്ററിൽ ദമ്പതി ധ്യാനത്തിന് ക്ലാസ് എടുക്കുവാനായിട്ട് വല്ലപ്പോഴൊക്കെ അച്ഛന്മാർ വിളിക്കുമ്പോൾ പോട്ടാശ്രമത്തിലും ഡിവൈനിലൊക്കെ ക്ലാസ്സുകൾ എടുക്കാനായിട്ട് പോകാറുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മിനിസ്ട്രി എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്. കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട്, അതുപോലെ യൂത്തിന് വേണ്ടിയിട്ട്, വിശുദ്ധിക്ക് വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് ഇടവകയിലൊക്കെ കാറ്റീസത്തിൻ്റെ മേഖലയിലൊക്കെ വേണ്ട രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻറ്റൻസീവ് കാറ്റീസം നടക്കുമ്പോഴൊക്കെ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വിവാഹത്തിന് ശേഷം ഇതിൻ്റെ ഒരു രണ്ടാമത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് വിവാഹത്തിന് ശേഷമാണ്. എനിക്ക് തോന്നുന്നു സോണിക്ക് കുറച്ചും കൂടെ അതിനെക്കുറിച്ചിട്ട് പറയാനായിട്ട് പറ്റുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. 2006 സെപ്റ്റംബർ 3 ആയിരുന്നു ഞങ്ങളുടെ വിവാഹം. ശരിക്കും ഇപ്പോൾ പറയുകയാണെങ്കിൽ ദൈവം തമ്പുരാൻ തൻ്റെ ഒരുവനും തനിക്ക് ചേർന്ന് ഇണയെ നൽകുമെന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും അന്വർത്ഥമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഓരോ വ്യക്തികളുടെയും കുറവ് മറ്റേ വ്യക്തികളിലൂടെ ശരിക്കും ഒരു പൂർണ്ണതയിലെത്താനാണ്. വിവാഹ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ അപൂർണതകൾ മറ്റേ വ്യക്തിയിലൂടെയാണ് പൂർണ്ണമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പരസ്പരം സ്നേഹിക്കുവാനും ശരിക്കും ഞാൻ പല കാര്യത്തിലും ക്ലാസ് എടുക്കുവാനും അങ്ങനെയൊക്കെ ഇപ്പോൾ പോകുന്നുണ്ട്. പക്ഷേ വിവാഹത്തിന് മുൻപ് പലതരത്തിലും പേടിയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു എൻ്റേത്. പക്ഷേ കല്യാണത്തിന് ശേഷം ഈശോയിലേക്ക് കൂടുതൽ അടുക്കുവാനും, അതുകൊണ്ട് ഇപ്പോൾ ക്ലാസ്സുകളാണെങ്കിലും ഒക്കെ നമുക്ക് കർത്താവിനെ പറഞ്ഞു കൊടുക്കുവാനായിട്ട് വലിയൊരു തീക്ഷ്ണതയാണ്. കാരണം നമ്മൾ അനുഭവിച്ച ഈശോനെ, എൻ്റെ 15-ാം വയസ്സിലാണ് ആദ്യമായിട്ട് എനിക്ക് ദൈവാനുഭവം ഉണ്ടാവുന്നത്. അന്ന് മുതൽ വിവാഹം വരെ ശരിക്കും നന്നായിട്ട് പ്രാർത്ഥിക്കുകയും മറ്റും ചെയ്യുമായിരുന്നു. പക്ഷേ വിവാഹത്തിന് ശേഷം ശരിക്കും നമ്മുടെ കുടുംബജീവിതത്തിലൂടെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയും പ്രത്യേകിച്ച് സഭാപ്രബോധനങ്ങൾ പഠിക്കുവാനും കൂടുതലായിട്ട് വചനം അറിയുവാനും വചനം വായിക്കുവാനും ഒക്കെ ചെയ്തതിന് ശേഷമാണ് ശരിക്കും വളരെ ശക്തമായ ദൈവാനുഭവത്തിലേക്ക് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇപ്പം 4 കുഞ്ഞുങ്ങളുടെ അമ്മയാണെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഈ അടുത്ത് ഞങ്ങളുടെ പാരിഷ് ബുള്ളറ്റിനിൽ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും ഗർഭകാലഘട്ടങ്ങളിലൂടെ കർത്താവ് കരം പിടിച്ച് നടത്തിയ ശക്തമായ അനുഭവം, അതൊന്ന് ശരിക്കും അതിനൊരു സാക്ഷ്യം വഹിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വലിയ ആഗ്രഹം. കാരണം അതിൽ കൂടെ പലർക്കും തീർച്ചയായിട്ടും പ്രസവവും അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും എല്ലാവർക്കും വലിയ ടെൻഷനുള്ള കാര്യമാണ്. ഡോക്ടറാണെന്ന് പറഞ്ഞിരുന്നാൽ കൂടി എനിക്കും പലതരത്തിലുള്ള ടെൻഷനുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കരം പിടിച്ച് നടത്തിയ അനുഭവം പങ്കുവയ്ക്കാൻ തീർച്ചയായിട്ടും വളരെ സന്തോഷമായിരുന്നു. അപ്പം അതിലൊക്കെ പിന്നോട്ട് നോക്കുമ്പോൾ ഞങ്ങളുടെ ആ ഒരുമിച്ചുള്ള പ്രാർത്ഥനയും, പ്രത്യേകിച്ച് രജുവിന് പ്രോഗ്രാംസൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചൊരുങ്ങുവാനും, ശരിക്കും ഞാൻ പറയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകമാണ്. രജു സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ ആ ശക്തമായ അഭിഷേകം എനിക്ക് തന്നെ ഫീൽ ചെയ്യാം. അപ്പം ഞാൻ പറയും എന്നും തന്നെ ക്ലാസ്സുകൾ ഉണ്ടാവുകയും പ്രോഗ്രാംസ് ഉണ്ടാവുകയും ചെയ്യുന്നതാണ് നല്ലത്. കാരണം ആ അനുഭവത്തിൽ ആ ശക്തമായ അഭിഷേകത്തിൽ നിൽക്കുവാനായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും സാധിക്കും. അടുപ്പിച്ചടുപ്പിച്ച് കുമ്പസാരിക്കുവാനും തീർച്ചയായിട്ടും എല്ലാ ദിവസവും തുര്യബലി അർപ്പിക്കുവാനും ഒക്കെ ഉള്ള ഞങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തെ വളരെയധികമായിട്ട് ശക്തിപ്പെടുത്തുന്നുണ്ട്. പിന്നെ പ്രോഗ്രാംസിൽ തുടക്കത്തിൽ ഞാൻ അത്ര അധികം സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഞങ്ങളുടെ 3ാമത്തെ മകൻ വന്നതോടുകൂടിയാണ് ശരിക്കും ദൈവത്തിൻ്റെ പദ്ധതി എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണെന്ന് അറിയുവാനും കർത്താവിൻ്റെ ഇഷ്ടത്തിന് സ്വയം സമർപ്പിക്കുവാനും, നമ്മുടെ എത്ര ബുദ്ധിമുട്ടുകൾ വന്നാലും എൻ്റെ ഈശോയ്ക്ക് എന്താണ് ഇഷ്ടമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിൽ തമ്പുരാൻ്റെ ഇഷ്ടമനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുവാനും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്.
പ്രവർത്തികളിലും എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ വലിയ സാന്നിധ്യം. ഈ അടുത്ത് ഞങ്ങൾക്ക് ധ്യാനങ്ങൾക്കൊക്കെ പോകാനും എല്ലാ വർഷവും തന്നെ ഞങ്ങൾ രണ്ടുപേരും ധ്യാനങ്ങൾക്ക് പോകാനുണ്ട്. അപ്പം വചനം കൂടുതൽ അറിയുവാനും കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് കൂടുതൽ അടുത്തടുത്ത് വരുവാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ജീവിതത്തെ പരസ്പരം ശക്തിപ്പെടുത്തുവാൻ ഈ വിവാഹം എന്ന ഈ കൂദാശയിലൂടെ പരസ്പരം 2 വ്യക്തിത്വങ്ങളായിരുന്നു ഞങ്ങളെ കർത്താവ് ഒരുമിച്ച് ചേർക്കുകയും പരസ്പരം ശക്തീകരിക്കുവാനും ശക്തിപ്പെടുത്തുവാനും ഒരു പൂർണ്ണതയിലേക്കുള്ള ഞങ്ങളുടെ യാത്രയിൽ കർത്താവിൻ്റെ കരം പിടിച്ച് ഞങ്ങൾ ഒരുമിച്ച് മുന്നേറുന്നു. നസ്രത്ത് ധ്യാന കേന്ദ്രം ദമ്പതികൾക്കായി നടത്തുന്ന ധ്യാനങ്ങളിൽ ഡോക്ടർ റെജുവിൻ്റെ ക്ലാസുകൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. സ്നേഹത്തിൻ്റെ ഒന്നാമത്തെ ഫലമാണ് ഐക്യം. ദൈവവുമായിട്ട് നമ്മൾ ഐക്യപ്പെടുക ചെയ്യണം. ദൈവമായിട്ട് നമ്മൾ ഐക്യപ്പെടണം, ഒന്നായി തീരും. ഭാര്യ ഭർത്താക്കന്മാരെ സ്നേഹിക്കുമ്പോൾ അവർ ഒന്നായി തീരുന്നു. 2 പരസ്പരവാസം. നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോ നമ്മിലേക്ക് വരികയും നാം ഈശോയിലേക്ക് പോവുകയും ചെയ്യുന്നു. അതാണ് ഈശോ പറയുന്നത്, നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യും. നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും ജീവിക്കും. അതാണ് പരസ്പരവാസം എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ഈശോയിലും ഈശോ എന്നിലും ആവുന്ന അവസ്ഥ. അതിന് മറ്റൊരു വാക്ക് തിരുസഭ മാതാവ് പഠിപ്പിക്കുകയാണ്, കമ്മ്യൂണിയൻ എന്ന് പറയും, കൂട്ടായ്മ എന്ന് പറയും. കമ്മ്യൂണിയൻ, കൂട്ടായ്മ. ആദ്യ മാതാപിതാക്കളെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഈ കൂട്ടായ്മയിലാണ് ദൈവം വരെ സൃഷ്ടിച്ചത്. അപ്പം ജീവിത പങ്കാളികൾ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ അവർ ഐക്യപ്പെട്ടാൽ മാത്രം പോരാ, അവർ കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കണം, കമ്മ്യൂണിയനിലേക്ക് അവർക്ക് പ്രവേശിക്കണം. ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ, അനുസരണക്കേട് കാണിച്ചപ്പോൾ അവർക്ക് ഈ കമ്മ്യൂണിയൻ നഷ്ടപ്പെട്ടു, കുർബാന നഷ്ടപ്പെട്ടു. അവർക്ക് കുർബാന നഷ്ടപ്പെട്ടു, ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. നമ്മൾ കുർബാന സ്വീകരണത്തിന് എന്താ പറയുക? ഹോളി കമ്മ്യൂണിയൻ. നമുക്ക് അർത്ഥം അറിയണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് അർത്ഥം മനസ്സിലായത്. എന്താണ് കമ്മ്യൂണിയൻ? ഞാൻ ഈശോയിലും ഈശോ എന്നിലും ആവുന്ന അവസ്ഥ. മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ് എന്ന വാക്കാണ് മിസ്റ്റർ തോമസ് അക്വിനാസ് ഉപയോഗിക്കുന്നത്. ആധുനിക ദൈവശാസ്ത്രന്മാർ ഉപയോഗിക്കുന്ന വാക്കാണ് കമ്മ്യൂണിയൻ, പരസ്പരവാസം. ദമ്പതിമാർ ഈ ഒരു കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് അവർ പ്രവേശിക്കണം. ഭാര്യ ഭർത്താവിലും ഭർത്താവ് ഭാര്യയിലും ആയിരിക്കുന്ന അവസ്ഥ. അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ഭർത്താവ് പറയണം, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, എൻ്റെ ഭാര്യ ജീവിക്കുന്നത്. ഭാര്യയ്ക്ക് പറയാൻ സാധിക്കണം, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, എൻ്റെ ഭർത്താവ് ജീവിക്കുന്നത്. ഞാൻ മരിച്ചു, ഞാനെന്ന വ്യക്തി മരിക്കണം. അവിടെ എൻ്റെ എല്ലാ സ്വാർത്ഥതകളും കൂടെ കുരിശിൽ മരിക്കണം. അതാണ് പെസഹ രഹസ്യം, അതാണ് പാസ്കൽ മിസ്റ്ററി. മരിച്ചു ഉയർക്കണം നമ്മൾ. അപ്പോഴാണ് കൃപ ഒഴുകുക, അപ്പോഴാണ് അഭിഷേകം വരുള്ളൂ. മൂന്നാമത്തെ സ്നേഹത്തിൻ്റെ ഫലമാണ് നിർവൃതി. ദാമ്പത്യ സ്നേഹത്തിൽ നമ്മൾ രതിമൂർച്ച, ഓർഗാസം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇത് വെറും ശരീരത്തിൻ്റെ മാത്രം ഒരു വികാരം അല്ലെങ്കിൽ പ്രവൃത്തിയല്ല, ഫലമല്ല. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ നെർവസ് സിസ്റ്റം കറക്റ്റ് ആണെങ്കിൽ സന്തോഷം ഉണ്ടാവും, ആനന്ദം ഉണ്ടാവും. ദാമ്പത്യത്തിൻ്റെ ആനന്ദം എന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൂടെ വരുമ്പോഴാണ് നമ്മുടെ സന്തോഷം, നമ്മുടെ നിർവൃതി അവിടെ പൂർണ്ണമാവുകയുള്ളൂ. നിർവൃതി എന്ന് പറഞ്ഞാൽ ശാരീരിക ബന്ധം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഈ ഒരു നിർവൃതി ഉണ്ടാവണം, ഈ ഒരു ആനന്ദം ഉണ്ടാവണം. Youth for Christ. എനിക്ക് തോന്നുന്നു ഏതൊരു ശുശ്രൂഷയുടെയും അടിസ്ഥാനം എന്ന് പറയുന്ന കുടുംബമാണ്. കാരണം കുടുംബത്തിൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്കൊരു ശുശ്രൂഷയും ചെയ്യാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. എനിക്ക് തോന്നുന്നു ഞാൻ MBBS പഠിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിലും ഞാൻ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വീട്ടിലേക്ക് വരുന്നതൊക്കെ വളരെ ചുരുക്കമായിരുന്നു. പക്ഷേ ഡാഡി മമ്മിയൊന്നും ഒരിക്കൽ പോലും ഇതിനോട് ഒരിക്കലും നോ പറഞ്ഞിട്ടില്ല. കാരണം അവർ ധ്യാനം കൂടി ഇതിൻ്റെയൊക്കെ ഒരു അനുഭവം ലഭിച്ച ആളുകളായതുകൊണ്ടും എന്നെ ആദ്യമായിട്ട് ധ്യാനത്തിന് വിട്ടത് എൻ്റെ പാരൻസ് ആയതുകൊണ്ടും ഒരിക്കലും എതിർത്ത് പറഞ്ഞിട്ടില്ല. പഠിത്തത്തിൽ ഉഴപ്പരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു മറ്റു കുടുംബങ്ങളിലെ ഞങ്ങളുടെ റിലേറ്റീവ്സിൻ്റെയൊക്കെ മറ്റു കുടുംബങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഫാമിലിയിൽ നമുക്ക് ലഭിക്കുന്ന ആ പ്രാർത്ഥനയിൽ നിന്ന് ലഭിക്കുന്ന, കൂട്ടായ്മയിൽ ലഭിക്കുന്ന സന്തോഷം, ആനന്ദം
അതെനിക്ക് തോന്നുന്നു വേറെ എവിടെ പോയാലും നമുക്ക് കിട്ടില്ല. ഞാൻ കേരളം മുഴുവൻ യാത്ര ചെയ്യുന്ന ആളാണ്. പക്ഷേ എനിക്ക് എവിടെ പോയാലും എൻ്റെ വീട്ടിൽ ആയിരിക്കുന്നതിൻ്റെ സന്തോഷം, എൻ്റെ കുട്ടികളുടെ കൂടെ, വൈഫിൻ്റെ കൂടെ, പാരൻസിൻ്റെ കൂടെ, ആ ഒരു സന്തോഷം, വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്ന സന്തോഷം, അത് എവിടെ പോയാലും നമുക്ക് ലഭിക്കില്ല. എനിക്ക് തോന്നുന്നു ശുശ്രൂഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫാമിലിയുടെ സപ്പോർട്ടാണെന്ന് എനിക്ക് തോന്നുകയാണ്. രജു എല്ലാ ശുശ്രൂഷകൾക്ക് പോകുമ്പോഴും നല്ല അഭിഷേകത്തിൽ നിന്നാൽ മാത്രമേ അതിൽ പങ്കെടുക്കുന്നവർക്കും അതിനു വേണ്ടി ശ്രവിക്കുന്നവർക്കും തീർച്ചയായിട്ടും നല്ല ദൈവാനുഭവം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ശുശ്രൂഷകൾക്ക് മുൻപേ തന്നെ വളരെ നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുവാനും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനും. രജു പോകുമ്പോൾ തന്നെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. കാരണം ഇവിടെ പ്രത്യേകിച്ച് രജു പോകുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന വേറൊരു കാര്യം, നമുക്കിവിടെ വീട്ടിൽ സാധനങ്ങൾ വളരെയധികം കൂടുതലാണ്. കാരണം കുഞ്ഞുങ്ങളെ പ്രതിയാണെങ്കിലും രോഗമായിട്ടാണെങ്കിലും ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥതകൾ പല വിധത്തിലുള്ളതും. പക്ഷേ അതൊക്കെ ഒരു ബോധ്യം ഇപ്പം തമ്പുരാൻ തന്നേക്കുന്നതെന്ന് വെച്ചാൽ ആ സാധനങ്ങളെയൊക്കെ കർത്താവിൻ്റെ കുരിശോടുകൂടെ ചേർത്ത് ഈ കേൾക്കുന്ന ശുശ്രൂഷകൾ പങ്കെടുക്കുന്ന മക്കൾക്ക് വേണ്ടിയും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനാണ്. അത് വലിയൊരു ബോധ്യം, വലിയൊരു ആത്മസന്തോഷം തന്നെ തരുന്നുണ്ട് ഇപ്പോൾ. കാരണം ഇപ്പോൾ രജു പോവുകയാണെങ്കിൽ ആ ഒരു ടെൻഷനോടുകൂടി ഒരിക്കലും എവിടെ നിന്ന് പോകരുത്. കാരണം നല്ല സമാധാനത്തോടു കൂടി. ഇപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ മാസത്തെ ഡാഡി മമ്മിയും ധ്യാനത്തിന് പോകുന്നുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് രജുവിന് കോഴിക്കോട് തന്നെ ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ അടുത്ത് ഓർക്കുന്ന കാര്യമായതുകൊണ്ട്. അപ്പം രജു പോകാൻ ഇറങ്ങുമ്പോൾ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് 4 പേർക്കും പനിയാണ്. ഡാഡി മമ്മി അന്ന് രാവിലെ ധ്യാനത്തിന് പോന്നു. പക്ഷേ ഡാഡിക്കും മമ്മിക്കും ആണെങ്കിലും ഇറങ്ങാൻ നേരം ഭയങ്കര ഒരു വിഷമം. ഞാൻ പറഞ്ഞു ഡാഡി മമ്മി ധ്യാനത്തിന് കയറുകയും രജുവിൻ്റെ ക്ലാസ് തുടങ്ങുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടുത്തെ എല്ലാ അസ്വസ്ഥതകളും തീരും. ശരിക്കും കർത്താവിൻ്റെ തന്നൊരു വലിയ ബോധ്യമാണ്. കാരണം ആ സഹനങ്ങളെയൊക്കെ ഈ ധ്യാനം കൂടുന്ന മക്കൾക്ക് വേണ്ടിയും രജുവിൻ്റെ ശുശ്രൂഷയിൽ വരുന്ന മക്കൾക്ക് വേണ്ടിയും സമർപ്പിച്ച് കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന അഭിഷേകവും വളരെ അധികമായിരിക്കും. എന്നാൽ രജുവിനും ആ അഭിഷേകത്തിൽ തുടരുവാനും തീർത്തും തമ്പുരാന് വേണ്ടി തന്നെ ശുശ്രൂഷ ചെയ്യാനും സാധിക്കും. അപ്പം ആ പ്രാർത്ഥനയിലൂടെ കുടുംബത്തിലെ ഒരു സന്തോഷകരമായ ഒരവസ്ഥയിൽ മാത്രമേ നല്ല രീതിയിൽ ശുശ്രൂഷ ചെയ്യാൻ പറ്റുള്ളൂ. നല്ലൊരു ശുശ്രൂഷകന് കുടുംബം നൽകുന്ന അഥവാ നൽകേണ്ട സപ്പോർട്ട് വളരെ വലുതാണ്. തൻ്റെ കുടുംബം തന്നെയാണ് ഡോക്ടർ രജുവിന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള മാതൃക. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ദൈവം പ്രത്യേകമായ കരുതൽ നൽകുമെന്നതിന് നമുക്ക് വേറെ ഉദാഹരണങ്ങൾ ഇനി ആവശ്യമുണ്ടോ? ഇദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം അടുത്തയാഴ്ച.